വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 8-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. സഹോദരരുമായുള്ള അനുരഞ്ജനത്തിൽ വളരണം എന്നുള്ള വിഷയമാണ്. ലോകാരൂപിയെ നിരാകരിക്കുന്നതിനുള്ള 12 ദിവസങ്ങൾ. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയത്തെ വിമല ഹൃദയം എന്ന് നമ്മൾ വിളിക്കുക? അമ്മ ഒരുപാട് സ്വർഗത്തിനു വേണ്ടി ജീവിതം ഒതുങ്ങിക്കൊടുക്കുകയും ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്മ ഒരുപാട് എളിമപ്പെടുകയും ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അമ്മയെ സ്വയം ശൂന്യമാക്കി. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈശോയെ തൻ്റെ കന്യോദരത്തിലേക്ക് സ്വീകരിക്കുക. ഈശോയെ സ്വീകരിച്ച അമ്മയുടെ ഹൃദയം അങ്ങനെ വിമലീകരിക്കപ്പെട്ടു, വിശുദ്ധമാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈശോയുടെ സാന്നിധ്യമാണ് അമ്മയുടെ ഹൃദയത്തെ വിമല ഹൃദയമാക്കുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാണ് അമ്മയെ പരിശുദ്ധ അമ്മയാക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തെ നമ്മൾ അത്തരത്തിൽ രൂപപ്പെടുത്തുക എന്നുകൂടിയാണ് അർത്ഥം. അമ്മയുടെ ആന്തരിക ജീവിതം എന്ന് പറയുന്നത് ഏറെ സ്നേഹനിർഭരമായിരുന്നു. അമ്മ ഏറ്റവും അധികമായി സ്നേഹമായി ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച അമ്മ സ്നേഹം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, മറ്റുള്ളവരെ സ്വീകരിക്കുന്ന, തിന്മ ചെയ്യുന്ന യൂദാസിനോട് പോലും അമ്മ ഏറെ സ്നേഹത്തിൽ പെരുമാറിയിരുന്ന കാര്യങ്ങൾ സ്വകാര്യ വെളിപാടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അമ്മ പല സമയത്തും യൂദാസിനെ വിളിച്ച് ഉപദേശിക്കുമായിരുന്നു. വേറൊന്നുമല്ല, ഇവൻ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തികളെക്കുറിച്ചും യൂദാസിൻ്റെ ചില നിലപാടുകൾ ശരിയല്ല എന്നൊക്കെ പരിശുദ്ധ അമ്മയുടെ ദിവ്യജ്ഞാനത്തിൽ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് പല സ്വകാര്യ വെളിപാടുകളിലും നമ്മൾ വായിക്കുക. എന്തു തന്നെ ആയെങ്കിലും ഇവരെ എല്ലാം ചേർത്ത് നിർത്താനും തൻ്റെ പുത്രനെ ഇട്ടിട്ട് പോയ ശിഷ്യന്മാരാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമൊന്നുമല്ല, എങ്കിലും അവരെയും ചേർത്ത് പിടിക്കാനും ഒക്കെ അമ്മയ്ക്ക് സാധിച്ചതിൻ്റെ പിന്നിൽ സ്വർഗത്തിൻ്റെ കരുണയുടെ ഭാവം അവൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമ്മൾ തിരിച്ച് വേദനിപ്പിക്കുന്നതിലല്ല, എങ്കിലോ ശക്തമായ ചില നിലപാടുകളുണ്ട്. നമ്മൾ തിന്മയുമായി ഒരു സഹവർത്തിത്വത്തിലോ ഒരു കൂട്ടുകെട്ടിലോ ആകണമെന്നുമല്ല അമ്മ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യാനുകരണത്തിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ 13-ാമത്തെ അധ്യായമാണ് നമുക്ക് വിചിന്തന വിഷയമായി വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് നൽകുക. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറയുക. ഈ ലോക ജീവിതത്തിൽ ഉടനീളം പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനാൽ ജോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതം തന്നെ ഒരു പ്രലോഭനമാണ്. സ്വന്തം പ്രലോഭനങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ബോധ്യമുള്ളവരാകണം. അല്ലാത്ത പക്ഷം അവരെ പിടിക്കാൻ പിശാചിന് അവസരങ്ങൾ തുറക്കപ്പെടും. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ വാതിലുകൾ അടഞ്ഞു പോകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പിശാച് വെറുപ്പിൻ്റെ വിഷം കുത്തിവെച്ചിട്ട് പോകുമെന്നുള്ളത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്കൊരുപക്ഷെ നമ്മളുടെ എതിര് നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ തിന്മ തന്നെയായ വ്യക്തികൾ, അവരെ നമ്മൾ വ്യക്തികളായി കണ്ട് വെറുപ്പ് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈശോ കുരിശിൽ നിന്ന് പ്രാർത്ഥിച്ചല്ലോ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതൊരു ശക്തമായ പ്രാർത്ഥനയാണ്. നമ്മൾക്ക് ദ്രോഹം ചെയ്യുന്നവരോട് നമ്മൾ തിരിച്ച് ദ്രോഹം ചെയ്താൽ അവരും നമ്മളും തമ്മിൽ മറ്റെന്ത് വ്യത്യാസമാണുള്ളത്? അപ്പോൾ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു നിലപാട് ഈശോയുടെ
കരുണ നമ്മളേറെ സ്വീകരിച്ചതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. എന്തൊരു വലിയ കണ്ടീഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ കുമ്പസാരക്കൂട്ടി പോയി മുട്ടുകുത്തുക. ഇത് നമ്മൾ ക്ഷമിച്ചു എന്നൊക്കെ പറയുമ്പം ഇതൊരു ഒരു നാടകമായിട്ടോ അല്ലെങ്കിൽ എന്താ യാന്ത്രികമായിട്ടോ നമ്മൾ ആരോടും ഇടപെടണമെന്നല്ല. ഇപ്പോൾ ഒരുപക്ഷെ പല വ്യക്തികൾക്കും പല സ്വഭാവ പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. നമ്മളുടെ മനസ്സിലൊരു മാറ്റം വന്നു, അവർ മറ്റുള്ളവർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ സ്നേഹത്തിൽ പെരുമാറുന്നവരല്ല. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അഡിക്ഷനിലോ തിന്മയുടെ വലിയ ചാച്ചിലോ കഴിയുന്ന മനുഷ്യരായിരിക്കും. അപ്പോൾ അവരുമായി നമ്മളിങ്ങനെ അവരുടെ ഒരു ലൈനിൽ നമ്മൾ പോകണമെന്നല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു വെറുപ്പ് കടന്നു വന്നു കഴിഞ്ഞാൽ ആ വെറുപ്പിൻ്റെ ഹൃദയം ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് എന്തെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ നീ ബലിവസ്തു അവിടെ വെച്ച് ബലിപീഠത്തിന് മുമ്പിൽ വന്ന് നിന്റെ സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നെ കാഴ്ച അർപ്പിക്കുക. അതായത് നമ്മളുടെ പ്രാർത്ഥനകളിലും ബലികളിലും ഒക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട നിലപാടാണ്. ഇനി സഹോദരനുമായി രമ്യതപ്പെടുക. പലരുടെയും പ്രശ്നം, അച്ഛൻ ഞങ്ങൾ പലതവണ പറഞ്ഞു, സംസാരിച്ചു, അവർ സ്വീകരിക്കുന്നില്ല, ഇതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് കരുതി വെറുക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അവരെ കൊണ്ട് അതിന് സാധിച്ചെന്ന് വരില്ല. എങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്താൽ, നമ്മുടെ നിരന്തരമുള്ള പ്രാർത്ഥനയാൽ കല്ലുപോലെയുള്ള ഹൃദയങ്ങളെ ഒരുക്കുവാനും വ്രണമായിരിക്കുന്ന മുറിവുകളിലേക്ക് സൗഖ്യം പുരട്ടുവാനും വഴിതെറ്റിപ്പോയ ചിന്തകളെ നേരെയാക്കുവാനും നമ്മളെ ഏറെ വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ള മാലിന്യങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുവാനുമൊക്കെ സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു നിമിഷം മതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിച്ച് പ്രത്യാശയോടുകൂടി നമ്മൾ തുടർന്നും പ്രാർത്ഥിക്കുക. നമ്മുടെ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകൾ, കുടുംബജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, നമ്മുടെ ജോലിയുടെ ഇടങ്ങളിൽ, നമ്മുടെ സഭാജീവിതത്തിൽ, നമ്മുടെ പൊതുജീവിതത്തിലൊക്കെ ഉണ്ടായ വിള്ളലുകൾ നമ്മൾ മുറിവുകളായി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൗഖ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണം. ക്രിസ്തീയ പരിപൂർണതയ്ക്ക്, ആത്മീയ പുരോഗതിക്ക് ഒരു പ്രധാന തടസ്സം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നതാണ്. 1 യോഹന്നാൻ 4:20 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എത്ര പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൂടെയുള്ളവരെ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളുടെ ഈ ഹൃദയങ്ങളെല്ലാം സത്യത്തിൽ ദൈവം ഇങ്ങനെ കൂട്ടിയിണക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേരാനായി ആഗ്രഹിക്കുമ്പോൾ, അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തോട് ചേരാനായി ആഗ്രഹിക്കുമ്പോൾ വലിയൊരു ബന്ധത്തിലാകാനാണ് നമ്മൾ ശരിക്കും ആഗ്രഹിക്കുക. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്, എ ഡൈനാമിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായി എപ്പോഴും ക്രിയാത്മകമായിരിക്കുന്ന ഒരു ബന്ധമാണ്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു സുഹൃത്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊന്നുമില്ല, കൊടുക്കൽ വാങ്ങലുകളൊന്നുമില്ല, അങ്ങനെയല്ല. നമ്മുടെ അനുദിന ജീവിതത്തെ ഇങ്ങനെ എപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ബന്ധമാവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കർത്താവിന് എല്ലാവരോടും കരുണയും സ്നേഹവുമായതുകൊണ്ട് അവിടുത്തെ സൃഷ്ടികൾ, അതിൻ്റെ കുറവുകളെ നമ്മൾ എപ്പോഴും പരാതിയോടുകൂടി പറയുമ്പോൾ അത് ദൈവത്തെ തന്നെയാണ് നമ്മൾ നിന്ദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പരിധിയിൽ കൂടുതൽ ചിലപ്പോൾ നമ്മളൊരു ധാർമ്മികമായ ഒരു നിലപാടിൽ അല്ലെങ്കിൽ ഒരു ധാർമ്മികമായ ഒരു വിഷയത്തിൽ നമ്മൾ തിരുത്തലുകൾ കൊടുക്കണം. ആ വ്യക്തിയെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾക്ക് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കണം, അധികാരികളുടെ അടുത്ത് സംസാരിക്കണം. എന്നാൽ സൽപ്പേര് കളങ്കപ്പെടുത്തിയും അദ്ദേഹത്തെ മുറിപ്പെടുത്തുന്നതിനും ഇങ്ങനെ നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചില സംസാരങ്ങളും നിലപാടുകളും തികച്ചും അത് ഒരു പിശാചിൻ്റെ പ്രവൃത്തിയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. 1 യോഹന്നാൻ 3:15 നമ്മൾ പ്രകാരം വായിക്കുന്നു: സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിലും നിത്യജീവൻ കുടികൊള്ളുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് പിശാചിനെ
യേശു വിളിക്കുന്ന പേരാണ് കൊലപാതകി. അതായത് പിശാചിനെ പോലെ അധപ്പതിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ വെറുപ്പിൻ്റെ അവസ്ഥ. ഇനി ഞാനൊരു കാര്യം പറയാം. പലർക്കും വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അച്ഛാ ക്ഷമിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. മറക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. വേണ്ടാന്ന് വെച്ചതാണ്, പറ്റുന്നില്ല. എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് തന്ന വേദനയുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരിക. ഒരുപക്ഷെ വയ്യാതെ കിടക്കുന്ന അമ്മയായിരിക്കും, രോഗിണിയായിരിക്കും, അവസാന നാളുകളിലേക്ക് കടന്നു പോകുക. എന്നാലും ഹൃദയം തുറന്നൊന്ന് ശുശ്രൂഷിക്കാനോ ഒന്നും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റുന്നില്ല. ഞാനിങ്ങനെ വിവാഹം കഴിച്ചു വന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറയുന്ന കാര്യമാണ്, ഒരിക്കലും സ്നേഹത്തോടു കൂടി പെരുമാറോ കുടുംബത്തിൽ സമാധാനമോ തന്നിട്ടില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് മാറ്റം വന്നു, എന്നാൽ പോലും ഞാൻ വെറുത്തുപോയി, എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. മക്കള് മാതാപിതാക്കളെക്കുറിച്ച് അപ്പനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പാവം ഇരിപ്പ് മാത്രമേ ഉള്ളൂ, എന്നാലും എന്നെ കുഞ്ഞുനാളിൽ ഒത്തിരി തല്ലുകയും ഒത്തിരി വേദനിപ്പിക്കുകയും ചെയ്തു. എനിക്കതൊന്നും മറക്കാൻ സാധിക്കുന്നില്ല. അതായത് പലപ്പോഴും നമ്മൾ യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മളുടെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുക മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ കുറവുകളായി തന്നെ സ്വീകരിച്ച് അതിനെ പരിഹരിക്കുന്നതിനുള്ള സഹായം കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പിലായിരിക്കാം, സംഘടനയിലായിരിക്കാം. നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട്, ആ വ്യക്തി ഒഴികെ ബാക്കി എല്ലാവരുടെ അടുത്തും നമ്മളത് സംസാരിക്കും. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ ഒരു നിലപാടിൽ നമ്മൾ സംസാരിച്ചാൽ അവിടെ വലിയ മാറ്റം ഉണ്ടാകും. എന്നാലോ ആ വ്യക്തിയുടെ അഹംബോധത്തെയും ആ വ്യക്തിത്വത്തെയും ഒക്കെ ചവിട്ടി തേക്കുന്നത് പോലെ നമ്മളിങ്ങനെ ഭയങ്കര ഒരു കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ വന്നു പോയാൽ അതൊരിക്കലും ഒരുപക്ഷെ ഒരു ഉപകാരത്തിൽ എത്തുകയില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കാത്ത മുറിവിൻ്റെ ഓർമ്മകൾ, പറ്റാത്ത അവസ്ഥകളിൽ നമ്മൾ സത്യമായും ദൈവത്തിൽ ആശ്രയിക്കണം. പല മനുഷ്യർക്കും കൊച്ചു കുട്ടികളെ പോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആദ്യം തന്നെ വായിച്ചു കേട്ടല്ലോ, മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒരു സമരമാണ്, ഒരു പോരാട്ടമാണ്, പ്രലോഭനങ്ങളോടുള്ള ഒരു പോരാട്ടമാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനങ്ങളിൽ പെടുന്ന ഒന്നാണ് വെറുപ്പെന്ന് പറയുന്നത്. കാരണം വെറുപ്പിൻ്റെ പുറത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നീചമായി പ്രവർത്തിക്കാൻ പറ്റും. സ്നേഹമില്ലാതെ, കരുണയില്ലാതെ, ദയയില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഈ വെറുപ്പിൻ്റെ പുറത്ത് പറയുന്ന വാക്കുകൾ നമുക്ക് ഒരു വ്യക്തിയെ ഇങ്ങനെ കീറി മുറിക്കാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ആന്തരിക അവസ്ഥയെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുക. സാധിക്കുന്നവരൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം എവിടെയൊക്കെയാണ്, ആരെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് സ്നേഹവലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയവർ? നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരല്ല, ദൈവം തന്നവരിൽ നിന്ന് തുടങ്ങാം. ജീവിത പങ്കാളി, മക്കള്, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഈ ബന്ധങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഇവരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പം നിങ്ങൾ ഒരു ത്യാഗപരിത്യാഗത്തോടു കൂടി ഈ ദിവസങ്ങളിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്ക ദിനങ്ങളിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ വികാരിയച്ഛനെ സമർപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർ ഒരുപക്ഷെ നിങ്ങൾക്ക് മുറിവ് തന്നിട്ടുള്ളവരായിരിക്കാം. അവരെയൊക്കെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതവും മാറി മറിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുന്നതിനായി നമ്മളൊരു സാഹചര്യം ഒരുക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യണം. കാരണം ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മാന്യനായ ദൈവമാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും ഇങ്ങനെ ഇടിച്ചു കയറി വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുന്ന ദൈവമല്ല. നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, ഒരു റാന്തൽ വിളക്കുമായി ഒരു വാതിലിൽ മുട്ടുന്ന ഈശോയുടെ ചിത്രം. അത് വിശ്വപ്രസിദ്ധമായ ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അതിന് പുറത്തു നിന്ന് ഹാൻഡിലില്ല. ഈ റാന്തൽ വിളക്കുമായി ഈശോ ഇങ്ങനെ വന്ന്
ഇങ്ങനെ വാതിൽ മുട്ടുകയാണ്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലാണ്. സ്നേഹരാജാവായ ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതിനായി ദിവ്യപ്രേരണകളാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ഓരോ മുട്ട് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. ഇതേ, നീ ഒന്ന് തുറക്ക്, സ്വീകരിക്ക്, പ്രാർത്ഥിക്ക്, അനുഗ്രഹിക്ക്, ക്ഷമിക്ക്, സ്നേഹിക്ക്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രചോദനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഹാൻഡിലില്ലാത്ത ഈ ഡോറ് അകത്തുനിന്ന് തുറക്കണം. നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ചിത്രം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ മൊബൈലിൽ എടുത്ത് നോക്കിയാൽ കാണാം. മനോഹരമായ ഒരു ചിത്രമാണ്. ഇതിനകത്ത് നമ്മൾ നടത്തേണ്ട ഒരു പരിശ്രമത്തെക്കുറിച്ച് സ്വർഗം പറഞ്ഞ കാര്യത്തെ വലിയ ധ്യാന വിഷയമാക്കിയിരിക്കുന്ന ചിത്രമാണ്. നമ്മളുടെ ഹൃദയത്തെ നമ്മൾ തുറക്കണം. ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ എല്ലാവർക്കുമായി നമ്മുടെ വാതിലുകൾ നമ്മൾ തുറക്കണം. നമ്മളിങ്ങനെ ഓരോ മനുഷ്യർ അവരുടെ കുറ്റവും കുറവും നോക്കി സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ലിസ്റ്റിൽ അവസാനം ആരും ഉണ്ടാവില്ല. ഓരോ വ്യക്തിയുമായി അടുക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നു ആ വ്യക്തിയിൽ വലിയ കുറവുകളുണ്ട്. എന്നാൽ നമുക്ക് ആ ബന്ധം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ നമ്മൾ ചിന്തിച്ച് എങ്ങനെ ഇരിക്കും? നമ്മൾ ആ വ്യക്തിയുടെ കുറവുകളെ എത്രമാത്രം സ്വീകരിച്ച് നമ്മുടെ ജീവിതം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, ഉപദേശം കൊണ്ട്, നല്ല വാക്കുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യപ്രേരണ കൊണ്ട് ഈ വ്യക്തിയെ എത്രത്തോളം സഹായിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് അർഹരായിത്തീരും. അല്ലാത്ത പക്ഷം അതൊരു ദൈവിക പദ്ധതിയല്ല. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ശുശ്രൂഷകളും ഉണ്ടായിരുന്നു. ഞാനും പറയാറുള്ളൊരു വിഷയമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. അപ്പോൾ പലരും പുച്ഛത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ, ഇതുവരെ വന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വിരുന്നിൽ എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ പുത്രൻ്റെ അടുത്ത് അമ്മ നടത്തിയൊരു അപേക്ഷയുണ്ട്. നീ ഇവർക്ക് വേണ്ടി ഇത് ചെയ്യുക. പുത്രൻ സമയമായിട്ടില്ലായിക ഉണ്ടായിട്ട് പോലും അമ്മയുടെ മാധ്യസ്ഥത്താൽ അവിടെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയം, നമ്മൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം സത്യമായും കഴിഞ്ഞുവെങ്കിലും അമ്മ മാതാവിൻ്റെ ഒരു മാധ്യസ്ഥം പ്രത്യേകിച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്താലും, എന്ത് കാണിച്ചാലും, എത്ര വെറുത്താലും, എത്ര കോപിച്ചാലും, എത്ര തിന്മയിലാണെങ്കിലും എനിക്ക് മേലെ ഒന്നും വരുന്നില്ലല്ലോ, ഞാനിങ്ങനെ പാപത്തിലായിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ദൈവം ദൈവമാണ്. അവിടുത്തെ കരുണയുടെ മണിക്കൂറിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിച്ച കരുണ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും കൂടി വേണം. അപ്പോഴാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പോലെ നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മളും ക്ഷമിക്കണം. അത് ഈ പറയുന്ന നാടകം പോലെയല്ല, പോയി കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞൊരു ബഹളം വെച്ച്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ നിത്യസന്ദർശകരാകുന്ന കാര്യമല്ല. ഇതൊക്കെ നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ നിലപാടാണ്. അവർ കയറി വന്നാൽ, അവർ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ ഒരു വെറുപ്പിൻ്റെ മനോഭാവത്തോടു കൂടി അവരെ കാണാതിരിക്കുക. തിരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യണം. ലൂക്കായുടെ സുവിശേഷം 6:32 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. മത്തായി 18:35 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അതുപോലെ തന്നെ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുംഭസാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങൾ കൂടിയാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഈ 12 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം നമ്മളൊന്ന് കുമ്പസാരിക്കണം നന്നായിട്ട്. നമ്മുടെ ഈ പാപാവസ്ഥകളെയൊക്കെ നമ്മൾ ഓർക്കണം. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിക്കണം. നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത ദ്രോഹങ്ങൾ ഒറ്റപ്പെടുത്തിയത് ക്ഷമയുടെ കൃപയിൽ നമ്മൾ വളരണം. നമുക്ക് ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി. എളുപ്പമല്ല, കാരണം പിശാച് നമുക്ക് വെറുപ്പ് തന്നിട്ട് രണ്ടാമത് തരുന്ന ചിന്ത നമ്മൾ വെറുക്കുന്ന വ്യക്തികൾക്ക് തിന്മ വരാൻ വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അവരുടെ പിള്ളേർ പരീക്ഷയ്ക്ക് തോക്കണം, അവരുടെ ബിസിനസ് കിണിഞ്ഞു പോകണം,
ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് രണ്ടാമത് പിശാച് തരിക. അപ്പോൾ നമുക്ക് ഈ പിശാചിനെ നാണം കെടുത്തി ഇറക്കി വിടാനുള്ളൊരു വഴിയാണ്, നമ്മളൊരു വെറുപ്പിൻ്റെ മേഖലയിലാണെങ്കിലും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഓരോ പരിശുദ്ധ ബലിയിലും നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ആരാണോ നിങ്ങൾക്ക് വേദന തന്നത് ആ വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ വേദനിപ്പിച്ച എൻ്റെ സഹോദരൻ്റെ ബിസിനസ് ഓരോ ദിവസവും അഭിവൃദ്ധിപ്പെടട്ടെ, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, സത്യമായും പിശാച് താഴോട്ട് പോകും. ലൂക്കാ 18:14 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നമ്മളൊന്ന് താഴ്ന്നു നിൽക്കുന്ന സമയം ദൈവം നമ്മളെ സത്യമായും ഉയർത്താൻ പോകുന്ന സമയമാണ്. അത് നമുക്ക് ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ആരെയും ശപിക്കാതെ അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കണമേ. മറ്റുള്ളവർ വഴി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുപോയ എല്ലാ വെറുപ്പിൻ്റെ അരുവികൾ, കഴിഞ്ഞ കാലങ്ങളിലെ ഒറ്റപ്പെടലുകൾ എല്ലാം കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. യഥാർത്ഥ മരിയഭക്തി 171 ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് നമ്മളോട് പറയുന്നു, മരിയഭക്തി പരസ്നേഹ പ്രവൃത്തിയാണ്. യഥാർത്ഥ മരിയഭക്തി വഴി സർവ്വയോഗ്യതകളും പരിശുദ്ധ മറിയത്തിന് സമർപ്പിക്കുന്നത് മൂലം പരസ്നേഹം അത്യുത്കൃഷ്ടമാം വിധം നാം പരിശീലിക്കുന്നു. ഇതുവഴി നമ്മളുടെ എല്ലാ സമ്പാദ്യങ്ങളും ഏറ്റവും നിസ്സാരമായ സദ്വിചാരമോ സഹനമോ പോലും നമുക്കായി നീക്കിവെക്കാതെ മറിയത്തിന്റെ തൃക്കരങ്ങളിലൂടെ നാം സഹോദരന് നൽകുകയാണ്. ഇതുവഴി നമ്മുടെ യോഗ്യതകൾ ദൈവമാതാവിന്റെ ഇഷ്ടം പോലെ പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോചനത്തിനുമായി വിനിയോഗിക്കുവാൻ നാം സമ്മതിക്കുന്നു. ഇതല്ലേ യഥാർത്ഥ സഹോദര സ്നേഹം? പ്രിയപ്പെട്ടവരെ, തുടർന്നു വരുന്ന ആരാധനയിലും ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന പ്രതിഷ്ഠയുടെ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയിലുമെല്ലാം നമുക്ക് സജീവമായി സംബന്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ വലിയ കൃപയാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു പ്രാർത്ഥനകളിൽ നമുക്ക് സജീവമായി സംബന്ധിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ നീരും വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ
തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ. ഏഴുമാത്മാവിൽ ആശ്വസിക്കുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യഗാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓ മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയം ഇല്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി
വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ, എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ, സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ, ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ, ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ, തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ, പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. വിമല ഹൃദയാംബികേ
ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. നാമത്തിൽ സംഭവിക്കട്ടെ. വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. വിശുദ്ധരോടും സ്വർഗം മുഴുവനോടും ചേർന്നങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. സേറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സേറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന ദൈവമേ, ഓ രാജാവേ, സർവത്തിന്റെയും സർവവുമായവരെ ആരാധിക്കുന്ന ദൈവമേ, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതി 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 മഹത്വം ആരാധന 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 ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരനുമായ അനുരഞ്ജനത്തിൽ വളരണം എന്ന വിഷയമായിരുന്നു നമ്മൾ ഇന്നത്തെ വിചിന്തന വിഷയമാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയം. നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ, കരുതിയാൽ പോരാ, തീരുമാനമെടുത്താൽ പോരാ. ഇതൊരു അരൂപിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കലഹത്തിൻ്റെ അരൂപി ഒത്തിരി കുടുംബങ്ങളിലുണ്ട്. നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല, പറഞ്ഞാലൊട്ടൊന്നും ഇല്ലതാനും. എങ്കിലും വലിയ വെറുപ്പും അകൽച്ചയും മക്കളും മാതാപിതാക്കൾ തമ്മിലും സഹോദരങ്ങളുടെ ഇടയിലും ഒക്കെ വന്നു ചേർന്നിരിക്കുന്ന ഒരു കാലമാണ്. അവനവൻ
അവനവന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഒതുങ്ങാൻ താല്പര്യമില്ലാത്ത പിശാചിൻ്റെ സ്വഭാവം സ്വീകരിച്ചിരിക്കുന്ന കാലമാണ്. നമ്മൾ ആരെയും വിധിക്കരുത് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമ്മൾ വ്യക്തികളെ കണ്ട് അവരെ വിധിക്കുമ്പോൾ അവരടിപ്പെട്ടു പോയിരിക്കുന്ന ഒരു അരൂപി നമ്മൾ കാണണം. മുറിപ്പെടുത്തി സംസാരിക്കുന്ന ആരെങ്കിലും നമുക്കുണ്ടാകും പ്രിയപ്പെട്ടവരായിട്ട്. നമ്മളെ നിരന്തരം വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെയും. പ്രിയപ്പെട്ടവരെ, അവരെ നമ്മൾ വെറുക്കരുതേ. കാരണം മറ്റൊരു അരൂപി അവരെ വേദനിപ്പിക്കുക. ഇപ്പം നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലെല്ലാം പിശാചാണ്, അവർ പിശാചിൻ്റെ ടൂളാണെന്ന് കണ്ട് തരം താഴ്ത്തി കാണരുത്. ഇതൊരു അവസ്ഥയാണ്, ഹൃദയത്തിൻ്റെ വേദനയാണ്. നമ്മളെ വേദനിപ്പിക്കുന്നവർ പിന്നെ സന്തോഷിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിശാചിന് വലിയൊരു പദ്ധതിയുണ്ട്. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം ഞാൻ തരുന്നു, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായങ്ങളിൽ 20-21 അധ്യായങ്ങൾ നമ്മൾ കാണുന്നു. കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു, വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ പാടുപീഡകളേറ്റതും അവൻ ഉദ്ധിതനായതും അവൻ വീണ്ടും വന്നതും ആശീർവദിച്ചതും ഈ ഒരൊറ്റ കാര്യത്തിനാണ്, നിങ്ങൾക്ക് സമാധാനം. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല, അതാരും നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ വരുന്നത്, കള്ളൻ വരുന്നത് നശിപ്പിക്കാനും കൊല്ലാനുമാണ്, കവർന്നെടുക്കാനുമാണ്. പിശാചിൻ്റെ വലിയ തന്ത്രത്താൽ അടിപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവമേ, നിന്റെ പരിശുദ്ധ ഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ ഹൃദയത്തിൽ കത്തിയിരിക്കുന്ന സ്നേഹാഗ്നിയുടെ ചൂടില്ല ദൈവമേ. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു. മുട്ടുകുത്തി പാദം കഴുകി പാദത്തിൽ ചുംബിച്ചിട്ട് സർവത്തിൻ്റെയും സർവമായിരുന്നവൻ ദൈവം മനുഷ്യനായി. എന്നാലോ ആ ഒരു കാര്യവും അവൻ പരിഗണിക്കാതെ ദാസനായി. അവിടുന്ന് ശിഷ്യരോട് പറഞ്ഞു, ഞാനിനിമേൽ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതരെന്ന് വിളിക്കും. കാരണം ഞാൻ പരിപൂർണമായി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, പരിപൂർണമായി എന്നെ നൽകിയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. നിങ്ങൾ പരസ്പരം ഇതുപോലെ സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഗുരുവാണ് എന്ന് ലോകം മനസ്സിലാക്കും. അങ്ങനെ നീ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് ലോകം നിന്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കും. കർത്താവേ, ഒരു ക്രിസ്ത്യാനി ആയിരുന്നിട്ടും വലിയ വെറുപ്പിൻ്റെ പാണ്ടക്കെട്ടും പേറി എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വെറുപ്പിൻ്റെ വാക്കുകൾ, കുറ്റം പറയുന്ന ശീലമുണ്ട് ദൈവമേ. പലപ്പോഴും ഉപകാരത്തിന് വേണ്ടിയല്ല, വീണ് കിടക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ വീണ് കിടക്കുമ്പോൾ മുതലെടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ദൈവമേ. പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവം, ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥ എല്ലാം കഴിയുമ്പോൾ തോന്നും ദൈവമേ വേണ്ടായിരുന്നു എന്ന്. അപ്പോഴേക്കും എൻ്റെ ഹൃദയവും കേട്ടിരിക്കുന്നവരുടെ ഹൃദയവും ദുഷ്ടൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും. പരിശുദ്ധ അമ്മ നിശബ്ദയായി സഹനത്തിൽ എല്ലാ പുണ്യങ്ങളുടെയും പരിമളച്ച് പടച്ചു വെച്ച് അവൾ എല്ലാം ഹൃദയത്തിൽ ഗാഢമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു. ദൈവമേ, പലപ്പോഴും ഞാനിങ്ങനെ തുറന്നു വെച്ച ഒരു പരിമളച്ചപ്പ, നീ ഒത്തിരി സുഹൃതങ്ങളുടെ അനുഗ്രഹങ്ങൾ, പരിശുദ്ധ കൂദാശയുടെ യോഗ്യതകൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകങ്ങൾ, പ്രാർത്ഥനകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നു നിറയുന്നെങ്കിലും അതിനൊരടപ്പില്ല. അത് സൂക്ഷിച്ചു വെക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനിങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ നിനക്ക് വേണ്ടി അടച്ചു വെച്ച ഒരു പരിമളച്ചപ്പാവുന്നില്ല. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഒരു അടപ്പുണ്ടായിരുന്നു. ദൈവമേ, എനിക്കും അനാവശ്യമായ വാക്കുകളിലൂടെ ദുഷ്ടന് വേണ്ടി ഞാൻ സൃഷ്ടിച്ച വാതിലുകൾ, ഞാൻ മുറിച്ച ഹൃദയത്തിൽ ആ ദുഷ്ടന് പ്രവേശിക്കുവാനായി ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് അനവധി വാതിലുകൾ അനേകരുടെ ഹൃദയത്തിലുണ്ടായി.
അതുപോലെ മറ്റുള്ളവർ പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിൽ മുറിവായപ്പോൾ അത് ദുഷ്ടന് പ്രവേശിക്കാനുള്ള വാതിലായി. ദൈവമേ, പറഞ്ഞു വേദനിപ്പിച്ച കഥകൾ ഒത്തിരിയുണ്ട്. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ തികട്ടി വരുന്ന കുത്തുവാക്കുകളുടെ ഓർമ്മകളുണ്ട്. ദൈവമേ, അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല. അമ്മ മാതാവിനെ പോലെ സ്നേഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും, കുരിശിന്റെ ചോട്ടിൽ പുത്രനെ ഇങ്ങനെ പീഡിപ്പിച്ചവരോട് പോലും പ്രതികരിക്കാതെ സ്വർഗം പദ്ധതിയാകുന്നെങ്കിൽ ഞാൻ അപമാനിതനാകാൻ തയ്യാറാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവമേ, ഒരു വാക്ക് എൻ്റെ അഹംബോധത്തെ തട്ടിയ ഞാൻ പിന്നെ പിശാചിന്റെ ടൂളായി മാറും. കർത്താവേ, എന്നെ സഹായിക്കണമേ. എൻ്റെ അതിരറ്റ അഹങ്കാര ചിന്ത, എൻ്റെ സഹോദരൻ്റെ മുമ്പിൽ എനിക്ക് എളിമപ്പെടാൻ മനസ്സില്ലാത്ത അവസ്ഥ, ദൈവമേ എന്നെ സഹായിക്കണമേ. നമുക്ക് കർത്താവിൻ്റെ സഹായം ആവശ്യപ്പെടാം. നമ്മുടെ കരം നമുക്ക് നമ്മുടെ നെഞ്ചിലേക്ക് വെച്ച് നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമുക്ക് വേദന തന്നവരെ നമ്മൾ ശപിക്കണമെന്നുള്ളത്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളത്. അവർക്ക് എന്തെങ്കിലും ഒരു വിഷമസന്ധി വരുമ്പോൾ ഉള്ളിൽ ആ സന്തോഷം കൊണ്ടു നടക്കുക എന്നുള്ളത്. നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ പിശാച് അസൂയയുടെ ഒരു അരൂപി കൊണ്ട് അവരെ ഇങ്ങനെ പിടിച്ച് താഴ്ത്തും. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ കർത്താവിൻ്റെ പക്ഷം ചേരുക, അമ്മയുടെ കരം പിടിക്കുക. നമ്മൾ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കാൻ പോവുക. നീ ബലിയർപ്പിക്കുവാൻ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ചവസ്തു ബലിപീഠത്തിന് മുമ്പിൽ വെച്ച ശേഷം പോയി സഹോദരനുമായി രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിഷമിക്കരുത്. പലതവണ ചോദിച്ചതാണ് അച്ഛാ, സംസാരിച്ചതാണ്, ഞങ്ങൾ ട്രൈ ചെയ്തതാണ്. ഈശോ എല്ലാം കാണുന്നുണ്ടെന്നേ. നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്താൽ മതി. നമ്മുടെ ഹൃദയത്തിലെ അഴുക്ക്, നമ്മുടെ ഹൃദയത്തിലെ വെറുപ്പ്, അതിനകത്ത് നമ്മൾ രക്ഷപ്പെടുക. എന്നിട്ട് മറ്റുള്ളവരെ അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കുക. പിശാച് നാണം കെട്ട് തല താഴ്ത്തി ഇറങ്ങിപ്പോക്കോളും. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സോദരനോടുള്ളതാം പക എന്നിൽ നിന്നകറ്റ എൻ്റെ ഹൃദയം നിർമ്മലമായി നീയൊരു കിടണേ. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എൻ്റെ തമ്പുരാനെ. ഈശോ, നീ സഹായിക്കണമേ. എൻ പാപമെല്ലാം മായ്ക്കുവാൻ ഈശോ, വെറുപ്പിന്റെ രക്തത്താൽ എന്നെ കഴുകണേ. അങ്ങയുടെ സ്നേഹത്തിന്റെ തുള്ളികൾ ഞാനൊന്നായി അങ്ങയുടെ ഹൃദയത്തോട് ചേരുവാൻ, അമ്മ മാതാവിന്റെ കരം പിടിച്ച് കാൽവരി കയറുവാൻ, പോലൻ ജീവിതം നയിക്കുവാൻ കൃപയേകണേ. ഇസ്രായേലിൻ നായക, എന്റെ ദൈവമേ, എന്റെ നല്ല ദൈവമേ, ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ആഴ്ചയായി ഞാൻ നൽകുന്നു പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലൂടെ എന്നെ എന്റെ പ്രിയപ്പെട്ടവര്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികള്, സുഹൃത്തുക്കള്, ദൈവമേ സ്വീകരിക്കണമേ. എന്റെ ഈ സമർപ്പണം നീ സ്വീകരിക്കണമേ എന്റെ പൊന്നു തമ്പുരാനെ. സ്വീകരിക്കണമേ പ്രഭു, സ്വീകരിക്കണമേ പ്രഭു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു കൊലപാതകിയും നിത്യജീവനിൽ കുടികൊള്ളുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1 യോഹന്നാൻ 3:15. ദുഷ്ടനും കൊലപാതകിയും നുണയനും എന്നൊക്കെ ഈശോ വിളിക്കുക പിശാചിനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വെറുപ്പിന്റെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ
നമ്മൾ പിശാചിൻ്റെ ടൂള് തന്നെയായി മാറും. ഈ സമയം കർത്താവ് കരം നീട്ടി അനുഗ്രഹിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളൊക്കെ നമ്മളൊരു സൈഡിലേക്ക് വെക്കുകയാണ്. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമേ, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല എനിക്ക് വേദന തന്ന വ്യക്തികൾ, എങ്കിലും ഇവർ ചെയ്തതെന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് മാതൃക തന്നരുളിയ പൊന്നു തമ്പുരാനെ, ഒരു കരണത്തടിച്ചാൽ മറ്റൊരു കരണം കാണിച്ചു കൊടുക്കണമെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത് ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ നിന്നാപമാനങ്ങളും വേദനകളും ഞങ്ങളിതാ നിന്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, ഞങ്ങളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ വലിയ നന്മ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, നീ പ്രവർത്തിക്കണമേ. വലിയ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഈ സമയം കുടുംബങ്ങളിൽ തുറക്കപ്പെടട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള കൃപയുടെ വാതിലുകൾ വെറുപ്പിൻ്റെ അരൂപിയാൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ആ വാതിലുകൾ തുറക്കപ്പെടുകയും വലിയ വിടുതലുണ്ടാവുകയും ബന്ധങ്ങൾ ഒന്നായി തീരുകയും ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ചെയ്യുന്നത് സ്വർഗം സ്വീകരിച്ച് ഹൃദയങ്ങളെ നവീകരിക്കുകയും ചെയ്യട്ടെ. നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹ കരത്തിൻ്റെ കീഴിൽ തലകുനിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്ന് മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.